Hi everyone, it's me Rahul. Welcome to Richa Talks. നമുക്ക് മൺഡേയുടെ അനാലിസിസ് കുറച്ച് ലേറ്റ് ആയി പോയി. സോറി, ഞാൻ ആക്ച്വലി ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്ന വീഡിയോ. ഓക്കെ, നമുക്ക് മൺഡേയുടെ അനാലിസിസ് നോക്കട്ടെ. മൺഡേ കോമൺലി എനിക്ക് തോന്നുന്നു നിഫ്റ്റി ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കൂടുതലുള്ളത് നിഫ്റ്റിക്ക്. നിഫ്റ്റിയുടെ ഡാറ്റ അനുസരിച്ച് നിഫ്റ്റി മേ ബി ഇവിടെ ഈ ഏരിയയിൽ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഈ ഏരിയ തന്നെ. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ എൻ്റെ ലെവൽസ് എല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നിഫ്റ്റിയുടെ നമ്മുടെ മൺഡേയിലെ പ്ലാൻ എങ്ങനെയാന്ന് വെച്ചാൽ നിഫ്റ്റി ഈ ഒരു ഏരിയ ഉണ്ടോ നമ്മുടെ ഡേ ലോ, അതായത് ഈ ഡേ ലോ നമുക്ക് നമ്മുടെ എൻട്രി സോൺ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ തന്നെ. ഓക്കെ, ഡേ ലോ പ്ലാൻ എ ആയിട്ടുള്ള ഡേ ലോ ആയിട്ട് നമുക്ക് എൻട്രി സോൺ ഫോർ ബിയറിഷ് എൻട്രി സോൺ. ആക്ച്വലി നിഫ്റ്റിക്ക് നമ്മൾ ഫുള്ളി ബിയറിഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളി ബിയറിഷ് അല്ല നിഫ്റ്റിയിൽ. എന്ന് വെച്ചാല് നിഫ്റ്റി ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടിന്യൂസ് ആയിട്ടൊരു അപ്പ് മൂവ്മെന്റ് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് അപ്പ് മൂവ്മെന്റ് നിഫ്റ്റി തന്നിട്ടുള്ള നിഫ്റ്റി ഒരു ഹയർ ലോ ഒരു വലിയ ടൈം ഫ്രെയിമിൽ ഉണ്ടാക്കിയിട്ടില്ല അല്ലെ. നിഫ്റ്റി ഒരു ഹൈ ടൈം ഫ്രെയിമിൽ ഒരു ഹയർ ലോ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. നിഫ്റ്റി കണ്ടിന്യൂസ് ആയിട്ട് കയറിപ്പോയിരിക്കും. നമ്മൾ നമ്മുടെ റിട്രേസ്മെന്റ് ടൂൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കിയാൽ തന്നെ, റിട്രേസ്മെന്റ് ടൂൾ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാതെ റിട്രേസ്മെന്റ് ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നോക്കിയാൽ തന്നെ നിഫ്റ്റി അപ്പം ഇവിടെ വന്നിട്ട് ചിലപ്പോൾ റിട്രേസ് എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ആസ് എ ഡേ ട്രേഡർ നമുക്ക് ട്രേഡ് ഇല്ല എന്നല്ല പറയുന്നത്. നിഫ്റ്റി ചിലപ്പം ഒന്ന് റിട്രേസ് ചെയ്ത് ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടുന്ന് ഈ സോണിൽ നിന്ന് തിരിച്ച് പോകാനുള്ള ഒരു ഇത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഇതിനു വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, നമുക്കത് വേണ്ട ആവശ്യമില്ല നമുക്ക്. പക്ഷെ നമ്മുടെ ആസ് എ ട്രേഡർ നമുക്ക് ഇതിന്റെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. ഓക്കെ, അപ്പോൾ ഞാൻ 15 മിനിറ്റ്സിൽ തന്നെ പോവുകയാണ് നമ്മുടെ ഡേ ട്രേഡിങ്ങിന് എൻട്രിക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഡേ ട്രേഡിങ്ങിൽ എൻട്രിയിൽ നമ്മൾ 15 മിനിറ്റ്സിൽ നമ്മൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം, അതായത് നമ്മുടെ ഡേ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഒരു എൻട്രിയിലോട്ട് പോവുക. അല്ലാതെ നേരെ ഒരു എൻട്രിയിലോട്ട് പോകരുത്. കാരണം നിഫ്റ്റി എന്ന് വെച്ചാൽ നിഫ്റ്റി ചിലപ്പോൾ ഇവിടുന്ന് തിരിച്ച് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മുകളിലോട്ടുള്ള എൻട്രി കൂടെ നമുക്ക് എന്തായാലും വേണമല്ലോ. അപ്പൊ താഴോട്ടുള്ള എൻട്രി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇവിടുന്ന് എൻട്രി എടുക്കുക. ഇവിടുന്ന് എൻട്രി എടുത്ത് കഴിഞ്ഞാൽ 2375 745 23642, പിന്നെ താഴെ 23460. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് താഴോട്ട് കാണാൻ കഴിയും. കണ്ടിന്യൂസ് ഫോൾ തരികയാണെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു ഈവന്റ് ഒരു വാറൻ ഈവന്റ് ആണല്ലോ. അപ്പം ഇപ്പൊ ഇന്ത്യയുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ വരെ നിഫ്റ്റി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് കൺഫേം എന്നല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആസ് ഒരു ഡേ ട്രേഡർ നമുക്ക് ഈ ഒരു എൻട്രികളെല്ലാം നമുക്ക് നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നവരെ നിഫ്റ്റിയിൽ എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, കാരണം ഇതിന്റെ മുകളിലോട്ട് നമുക്ക് നോക്കാം, പക്ഷെ അതുവരെ എൻട്രി എടുക്കാതിരിക്കുക. കാരണം നിഫ്റ്റി ഇപ്പം ഈ ഒരു സോണിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം മുകളിലുള്ള എൻട്രി പ്ലാൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റി നാളെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നാളെ ട്രേഡ് ചെയ്യാതിരിക്കുക, സേഫായിട്ടിരിക്കാം. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് നോക്കാം നാളത്തെ എന്താ നിഫ്റ്റിയുടെ ഒരിതൊന്നും. പിന്നെ വേറെ കാര്യം പറഞ്ഞുതരാം. നിഫ്റ്റിയുടെ നമ്മുടെ നമ്മൾ സ്മോൾ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി കണ്ടിന്യൂസ് ഒരു അപ് ട്രെൻഡിലായിരുന്നല്ലോ. ഇതൊരു ഹയർ ഇവിടെ തുടങ്ങി ഇതൊരു ഹയർ ലോ ആണ്. ഓക്കെ, ഇതൊരു ഹയർ ലോ ഉണ്ടാക്കി പിന്നെ ഒരു ലോ ഉണ്ടാക്കി, പിന്നെ നിഫ്റ്റി ഒരു ഹൈ ഉണ്ടാക്കി, പിന്നെ നിഫ്റ്റി നേരെ ഉണ്ടാക്കിയ ലോ ആണ്. ആക്ച്വലി ഇതായിരുന്നു നിഫ്റ്റിയുടെ ഈ ഒരു ഏരിയ ആയിരുന്നു. ഇത് റിമൂവ് ചെയ്യാണ്. ഈ ഒരു ഏരിയ ആയിരുന്നു നിഫ്റ്റിയുടെ ഹയർ ലോ അല്ല, ഇത് നിഫ്റ്റിയുടെ ഹയർ ലോ ആയിരുന്നു. അപ്പം ഹയർ ലോ നിഫ്റ്റി ബ്രേക്ക് ചെയ്തതോടുകൂടി നിഫ്റ്റി താഴോട്ട് വീണു. നിഫ്റ്റി താഴോട്ട് വീണിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലോവർ ഹൈ ഉണ്ടാക്കി അല്ലെ, ഒരു ലോവർ ഹൈ. ഇപ്പൊ നിഫ്റ്റി ജസ്റ്റ് ഒരു ലോവർ ഹൈ ഉണ്ടാക്കിയാണ് നിൽക്കുന്നത്. അപ്പം നമുക്കത് ഇതിന്റെ മുകളിൽ ചെന്നിട്ട് ഈ ഒരു ലാസ്റ്റ് ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിലേ ഒരു ട്രേഡ് ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ ഒരു സേഫ് ആയിട്ട് ബൈ ഫ്രം ദ ഡിപ്പ് എന്ന് പറയുന്ന പോലെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ മുകളിൽ ട്രേഡ് എടുക്കാം. നോർമലി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം നമുക്കൊരു ട്രേഡ് എടുക്കണമെങ്കിൽ. അപ്പം ഇതാണ് നിഫ്റ്റിയുടെ നാളത്തെ ഒരു വ്യൂ. ജസ്റ്റ് ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി
ബാങ്ക് നിഫ്റ്റിയും സെയിം തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഹൈയുടെ ലോ ഇതായിരുന്നു. ഈ ലോ ബ്രേക്ക് ചെയ്തു, പുതിയൊരു ലോ ഉണ്ടാക്കി, പിന്നെ ഒരു ഹൈ ഉണ്ടാക്കി, ഒരു ലോവർ ഹൈ ഉണ്ടാക്കി. അപ്പം ബാങ്ക് നിഫ്റ്റിയും അപ്പൊ നാളെ ഈ ഒരു ലോ നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ലോ നാളെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിനുള്ളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി താഴോട്ട് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് നേരെ എൻട്രി എടുക്കാം, പക്ഷെ നമുക്ക് ഈ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് വേണം. ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടുവാണെങ്കിൽ 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പൊ നാളെ നോക്കാം ബാങ്ക് നിഫ്റ്റി എന്തായിരിക്കും. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഇതിന്റെ മുകളിൽ 50 എന്താ പറയാ 5540 മുകളിൽ ഓപ്പൺ ചെയ്ത് മോളോട്ട പോകുന്നെങ്കിൽ ഇതിന്റെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നതിന് മുകളിലോട്ടുള്ള വെയിറ്റ് ചെയ്യുക. ഇപ്പം ടെമ്പററി നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് താഴോട്ടുള്ള ടാർഗറ്റ്സ് ആണ് ഉള്ളത്. മെയിനായിട്ട് ഈ ഒരു ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 53890 പിന്നെ വലിയ ഒരു ടാർഗറ്റ് അതായിട്ട് വരാൻ പോകുന്നത് 52606. ഇത് തന്നെയായിരിക്കും താഴോട്ടുള്ള ഇതും മുകളിലോട്ട്. പിന്നെ ഇനി പുതിയൊരു ഹൈ ഉണ്ടാക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയ ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാം മുകളോട്ടുള്ളത്. പക്ഷെ കറന്റ് സിറ്റുവേഷൻ മാർക്കറ്റ് ഒരു സ്ട്രോങ് ആയിട്ട്, കാരണം ഇപ്പം കറന്റ്ലി ഒരുപാട് പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. അതൊക്കെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു.